ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോക ചാപ്റ്റർ 1 ചന്ദ്ര പടം കണ്ടു വന്നിരിക്കുകയാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഫിലിം, വേറെ ഒന്നും പറയാനില്ല. ഇൻ്റർനാഷണൽ സ്റ്റഫാണ് മക്കളെ. പടം മിസ് ചെയ്യാതെ എല്ലാവരും പോയി കണ്ടോ. കിടിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ ബെസ്റ്റ്. ഇതിനേക്കാൾ മുകളിലൊരു പടം മലയാളത്തിൽ വന്നിട്ടില്ല. ഇതേപോലൊരു മേക്കിങ്ങിൽ, ഒരു വേൾഡ് ക്ലാസ് മേക്കിങ്ങിൽ ഇൻ്റർനാഷണൽ ലെവൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടൊരു സിനിമ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ്. ഗംഭീര സ്റ്റോറി, ഗംഭീര മ്യൂസിക്, ഗംഭീര പെർഫോമൻസസ്, എഡിറ്റിംഗ്, ഒന്നിനൊന്ന് മെച്ചം. എല്ലാം ഓരോ ഫ്രെയിമും നമുക്കിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ അത്രയും മനോഹരമായിരിക്കും ഓരോ ഇതും. അതേപോലൊരു ഗംഭീര പെർഫോമൻസസാണ്. ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്, അവരൊരു പെർഫോമൻസ് ഉണ്ട് വേറെ ലെവൽ. അതുപോലെ കല്യാണി പ്രിയദർശൻ, ആ ലുക്ക്, കോസ്റ്റ്യൂം, സ്വാഗ്, ആക്ഷൻ വേറെ ലെവൽ പെർഫോമൻസാണ്. ആൻ്റണിയിലാണ് നമ്മൾ കല്യാണി കുറച്ച് എന്താ പറയുക ആക്ഷനൊക്കെ നമ്മൾ ചെയ്ത് കണ്ടത്. അപ്പോൾ അതിന് മേലെ ആക്ഷൻസാണ് ഈ പടത്തിൽ ചെയ്യുന്നത്. വേറെ ലെവൽ ക്യാരക്ടറാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആൾ. അതുപോലെ കല്യാണി നെൽസൺ തമ്മിലുള്ളൊരു ഇമോഷണൽ ബോണ്ട് അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് ഉണ്ട് പടത്തിൽ. അത് നമ്മുടെ കല്യാണി പ്രിയദർശൻ, അതുപോലെ എന്താ പറയുക നെസ്ലനും ചന്തും തമ്മിലുള്ള കോമ്പിനേഷൻ കിട്ടില്ല. ചില സീനിലൊക്കെ നമുക്ക് സലീം കുമാർ ഇങ്ങനെ വന്നു നിൽക്കുന്ന പോലെ, ചില ഡയലോഗ്സൊക്കെ സലീം കുമാർ പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അത്ര അടിപൊളിയായിട്ട് നല്ല കിട്ടില്ലൻ രീതിയിൽ അവർ ആ ഹ്യൂമർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വില്ലൻ സാൻഡി മാസ്റ്ററുടെ ക്യാരക്ടർ കിട്ടില്ലൻ ക്യാരക്ടറാണ് പടത്തിൽ. അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്കൊരു എപ്പോഴും ഒരു ഫ്രെയിമിൽ പോലും നമ്മളൊരു മലയാള സിനിമയാണ് നമ്മൾ ഇരുന്ന് കാണുന്നത് എന്നുള്ള ഒരു ഫീൽ നമുക്ക് തരാത്ത രീതിയിൽ അത്ര ഗംഭീരമായിട്ടാണ് പടം അവർ എടുത്തു വെച്ചിട്ടുള്ളത്. ഡയറക്ടർ സമ്മതിക്കണം, ഒരുപാട് ക്യാമിയോസ് പടത്തിൽ വന്നു പോകുന്നുണ്ട്. അത് അത്രയും ക്യാമിയോസൊക്കെ ഓരോ പ്ലേസ്മെൻറ്റ് അത്ര ഗംഭീരമായിട്ടാണ് പടത്തിൽ വന്നിട്ടുള്ളത്. തിയേറ്ററൊക്കെ ബ്ലാസ്റ്റ് ആവുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ പടത്തിലുണ്ട്. അതേപോലെ നിങ്ങൾ അറിയാത്ത ഇതിൻ്റെ വേൾഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിയാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ വന്നു പോയിട്ടുണ്ട്. അതേപോലെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിൽ മമ്മൂക്കയുണ്ട്. പക്ഷേ അതൊരു സ്പോയിലർ അല്ല കേട്ടോ. കാരണം ഒരു ഒറ്റ ഡയലോഗായിട്ടാണ് മമ്മൂക്ക വന്നു പോകുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അത്രയും ശ്രദ്ധയോടെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പലർക്കും മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു സംഭവം. കാരണം ഒരു ഡയലോഗിലൂടെ ചെറിയൊരു ഇതിലൂടെയാണ് ആൾ വന്നു പോകുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ വേൾഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അടുത്ത പാട്ടിലൊക്കെ ഇനി മമ്മൂക്കയും അതുപോലെ ഒരുപാട് ആൾക്കാർ വന്നേക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. അടിപൊളി. അതൊക്കെ നമുക്ക് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആ തിയേറ്ററിൽ. നമുക്ക് ക്ലൈമാക്സ്, അതുപോലെ പടം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും എണീറ്റ് പോയത്, പടത്തിൻ്റെ ലാസ്റ്റിലൊരു ടൈലൻ്റ് ഉണ്ട്, അതും വേറെ ലെവലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണം ഇറങ്ങിപ്പോരാൻ. നല്ലൊരു അടിപൊളി തിയേറ്ററിൽ പോവുക, നല്ല ക്രൗഡിൻ്റെ കൂടെ, നല്ല സൗണ്ട് സിസ്റ്റമൊക്കെയുള്ള തിയേറ്ററിൽ പോയിട്ടിരുന്ന് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുക. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കിട്ടിലൻ പടമാണ്. നമുക്ക് അഭിമാനത്തോടെ ഇരുന്ന് കാണാൻ പറ്റും. നമ്മൾ ആ സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ അയ്യോ നമ്മൾ മലയാള പടമാട്ടോ ഈ കാണുന്നത് എന്നുള്ളൊരു ഫീലോടെ ഇരുന്ന് നമുക്ക് കാണാം. ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇത്രയും നല്ലൊരു യൂണിവേഴ്സിന് തുടക്കം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇനി മലയാളി വെയിറ്റ് ചെയ്തിട്ടാവുക LCU യൂണിവേഴ്സ് ഒന്നും ആവില്ല. ഇനി മലയാളി വെയിറ്റ് ചെയ്യാൻ പോകുന്നത് ലോക യൂണിവേഴ്സിറ്റി വേണ്ടിയിട്ടാവും. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദുൽഖർ സൽമാൻ. ഇതുപോലത്തെ ഒരു വിഷൻ, ഇത്ര ബഡ്ജറ്റൊക്കെ ചിലവാക്കി ഇതിനെ ബാക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് ഇങ്ങനെ ഇത്രയും ഹൈ ക്വാളിറ്റിയിൽ പടം ഔട്ട്പുട്ട് കൊണ്ടുവരിക, അത്രയും നല്ല കാസ്റ്റിംഗ് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. സമ്മതിക്കുന്നത് വേണം. ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകം എടുത്ത് പറയണം. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലും മോശമായി എന്ന് പറയാനില്ല. എല്ലാം ക്യാമറ, മ്യൂസിക് എല്ലാം വേറെ ലെവൽ. അതുപോലെ ക്യാമറ, നിമിഷ് രവി, ജെയ്ക്സ് ബിജോയ്, ചമൻ ചാക്കോ എഡിറ്റിംഗ് വേറെ ലെവലിൽ പണി വെച്ചിട്ടുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. ജെയ്ക്സ് ബിജോയൊക്കെ അങ്ങനെ ചില സീനുകളൊക്കെ കത്തിക്കാണ്, അങ്ങനെ ഒന്നും പറയില്ലേ, കത്തിച്ചിട്ടുണ്ട്. തീയൊന്നും ചോദിച്ചപ്പോൾ തീപ്പന്തം തന്നെന്ന് പറയില്ല, അതേപോലത്തെ ലെവലിലുള്ള മേക്കിംഗ്, ഒരു മ്യൂസിക് വേറെ ലെവൽ. നമുക്കൊരു വേറൊരു ലോകത്ത് നമ്മൾ പോയി ഇരുന്ന് ഇറങ്ങി വരുന്നൊരു ഫീലാണ് നമുക്ക് പടം കണ്ടു കഴിയുമ്പോൾ കിട്ടുക.
എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു പടം. അതേപോലെ ഇതിൻ്റെ ഡയറക്ടർ എടുത്ത് പറയണം, അത്ര നല്ല രീതിയിൽ. അതേപോലെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടറും വേറൊരു ആർട്ടിസ്റ്റ് കൂടിയിട്ടാണ് എഴുതിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കിയത്. ഒരു പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ രണ്ടുപേരും സ്ക്രിപ്റ്റ് വേറെ ലെവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ലെവൽ ലൊക്കേഷൻസ്, വേറെ ലെവൽ ലൈറ്റിങ്, എല്ലാം കൊണ്ടും വേറെ ലെവൽ മേക്കിംഗ് ആണ്. ഇത്രയും സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ അടുത്തൊന്നും ഒരു സിനിമ കണ്ടിട്ടും കിട്ടിയിട്ടില്ല. പല സിനിമ കാണാൻ വേണ്ടിയിട്ടും ഐമാക്സിലും മറ്റുമൊക്കെ പോയി ഇപ്പോൾ അടുത്ത കാലത്ത് ഇരുന്നതാണ്. പക്ഷേ ഇതുപോലൊരു എക്സ്പീരിയൻസ് കാശ് പോയി എന്നല്ലാതെ, ഇന്നലെ സാധാരണ ഒരു തിയേറ്ററിൽ പോയിട്ടാണ് ഈ പടം കണ്ടത്. പക്ഷെ എന്നിട്ട് പോലും അത്രയും നല്ല എക്സ്പീരിയൻസ് അപ്പോഴാണ് തോന്നിയത്. കാരണം ഇതിപ്പോൾ ഒരു വാച്ചിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല, ഇനിയും ടിക്കറ്റ് എടുക്കേണ്ടി വരും. കാരണം അത്ര നല്ല എക്സ്പീരിയൻസ് ആണ് പടം. നല്ല ക്രൗഡിൽ നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് വീണ്ടും ടിക്കറ്റ് എടുത്ത് പടം കാണണം. അപ്പോൾ നിങ്ങൾ പടം കാണാത്തവർ പോവുക, എൻജോയ് ചെയ്യുക, തകർക്കുക. അത്ര ഗംഭീര പടമാണ്. അടിപൊളി യൂണിവേഴ്സ്. ഇതുപോലൊരു യൂണിവേഴ്സ് മലയാളത്തിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത യൂണിവേഴ്സ് ഇതിൻ്റെ ചാപ്റ്റർ 2 ഉള്ള ഗംഭീര വെയിറ്റിംഗ് ആണ്. അത് ഇനി മലയാളത്തിൽ നിന്ന് ഏറ്റവും ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയും ഇനി ചാപ്റ്റർ 2 ആവാനാണ് ചാൻസ്. ഇനി ഇതുപോലെ തന്നെ കത്തനാറും മറ്റുമൊക്കെ വരുന്നുണ്ട്. അതും ഇതുപോലത്തെ ഞെട്ടിക്കുന്ന ഐറ്റംസ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് മുകളിൽ വരുമെന്ന് അറിയില്ല, പക്ഷേ ഇതുപോലെ ഞെട്ടിക്കുന്ന ലെവലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് മുകളിലായിരിക്കും ചാപ്റ്റർ 2 വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഗംഭീര വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരാണെങ്കിൽ പോവുക, കാണുക. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് 200% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള പടമാണ്. അപ്പോൾ നിങ്ങൾ പോവുക, കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് വരാം. താങ്ക് യു, ബൈ.